നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമയമായില്ല പോലും സുരേഷ് ഗോപിയുടെ പ്രതികരണം വിമർശിക്കപ്പെടുകയാണ്. വയനാട്ടിലെ സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രതികരണത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം. കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കാൻ സമയമായിട്ടില്ല എന്നും അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുത്തിത്തിരിപ്പാണ് എന്നും ആയിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ദേശീയ ദുരന്തമുണ്ടായത് തൃശൂരിലാണ് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളാണ് ഇതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശൂരുകാരോടുള്ള രോക്ഷമാണ് ഇത്തരത്തിലുള്ള പല പോസ്റ്റുകളും തെളിഞ്ഞു കാണുന്നത്. സാധാരണഗതിയിൽ സുരേഷ് ഗോപിക്കെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ ശക്തമായ പ്രതിരോധവുമായി എത്താറുള്ള ആരാധകരെയും ഇത്തവണ അധികം കാണാനില്ല. അദ്ദേഹത്തിന് പനിയായതുകൊണ്ടാണ് നേരിട്ട് ഇടപെടൽ വൈകിയത് എന്ന മട്ടിലുള്ള ദുർബലമായ മറുവാദങ്ങൾ അങ്ങിങ്ങായി ഉയർന്നു തുടങ്ങിയിട്ടുമുണ്ട്. സുരേഷ് ഗോപി അല്ലല്ലോ വയനാട് MP എന്നാണ് മറ്റൊരു മറുവാദം. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി സാങ്കേതിക വശങ്ങൾ മാത്രം ഉന്നയിച്ച മറുപടി നൽകിയതും വിമർശകരെ ചൊടിപ്പിച്ചിരുന്നു. ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമ പ്രവർത്തകനോട് നിങ്ങൾ കൈരളി ചാനലാണോ എന്ന മറുചോദ്യമാണ് സുരേഷ് ഗോപി ഉന്നയിച്ചത്. ജനങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്നും നിങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ല എന്നും ക്ഷോഭഭാവത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. സുരേഷ് ഗോപി മാടമ്പിയാണെന്നും അടുത്ത ജന്മത്തിൽ തന്ത്രിയാകാനിരിക്കുന്ന ആളിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും ഇത് സംബന്ധിച്ച പോസ്റ്റുകളിലും കമന്റുകളിലും പ്രതികരണം ഉയരുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാന മന്ത്രിമാരൊക്കെ വയനാട് സന്ദർശിച്ചിട്ടും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പോസ്റ്റ് അല്ലാതെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും പരാതി ഉയരുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ ചലച്ചിത്ര താരങ്ങളും വ്യവസായികളും എല്ലാം ലക്ഷങ്ങളും കോടികളും ദുരിതാശ്വാസ സംഭാവന പ്രഖ്യാപിച്ചപ്പോൾ ഒരു പ്രഖ്യാപനവും നടത്താതിരുന്ന സുരേഷ് ഗോപി ഇത്രയും നാൾ നടത്തിയ ചാരിറ്റി വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നും മറ്റൊരു പ്രതികരണം വരികയാണ്.